ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ്. ദീർഘനാളത്തെ ബഹിരാകാശ ജീവിതത്തിന് ശേഷം ഭൂമിയിലേക്ക് ഇറങ്ങിയ ബഹിരാകാശ സഞ്ചാരി, ഭൂമിയിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തിനും പ്രചോദനമായി ലോകം കണ്ട ധീരയായ വനിത സുനിത വില്യംസിന് കേരളത്തിലെ വനിതകൾക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ നേരുകയാണ്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിരിക്കുന്ന വിവിധ അംഗങ്ങൾ, ഞാൻ പേര് പറയുന്നില്ല, വിവിധ അംഗങ്ങൾ വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നടത്തുന്ന കൂട്ടത്തിൽ ഒന്ന് പട്ടികജാതി ജനവിഭാഗങ്ങളെ സംബന്ധിച്ച വിഷയം ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ടായി. ഇന്ത്യയിലെ 16.6% വരുന്ന പട്ടികജാതി വിഭാഗങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇത്തവണ മാറ്റിവെച്ചത് 3.4%. 9% വരുന്ന പട്ടികവർഗ വിഭാഗത്തിന് 2.9%. സർ, ഈ കേരളത്തിൽ 9.1% പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് 9.81%, 1.45% പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 2.89%. അതായത് ജനസംഖ്യയേക്കാൾ കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിക്കുന്ന സംസ്ഥാനമാണ് ഈ കേരളം. എന്നാൽ സർ, ഈ കേന്ദ്രം ഇത്തരത്തിൽ ഈ വിഭാഗങ്ങളെ പരമാവധി ദ്രോഹിക്കുകയും അവരെ എല്ലാ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത നടപടിയെ സംബന്ധിച്ച് UDFന് ഒരു അഭിപ്രായവുമില്ല. ഇവിടെ എന്താ ഫണ്ട് വെട്ടിക്കുറച്ചെന്ന നിലയിലാണ് ചർച്ചകൾ നടത്തിക്കൊണ്ടുവരുന്നത്. അത് യഥാർത്ഥ അവരോട് സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമാണ്. നോക്കൂ, ഇത്തവണ നമുക്കറിയാം 2979 കോടിയിൽ നിന്നും നിലവിലുണ്ടായിരുന്ന വിഹിതത്തിൽ നിന്ന് 3188.25 കോടി രൂപയാണ് പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് വേണ്ടി വർദ്ധിപ്പിച്ചത് ഈ സംസ്ഥാന ഗവൺമെന്റ്. ST വിഭാഗത്തിന് 859.50 കോടിയിൽ നിന്ന് 920 കോടിയായി വർദ്ധിപ്പിച്ചു കേരളത്തിലെ ഗവൺമെന്റ്. അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 266.26 കോടിയിൽ നിന്ന് 276.62 കോടിയായി വർദ്ധിപ്പിച്ചു. അതായത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളെ പൊതുസമൂഹത്തിനോടൊപ്പം ഉയർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഈ കേരളമാണെന്നിരിക്കെ പട്ടികജാതിക്കാർക്കൊന്നും നൽകുന്നില്ല എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ ഒരു വിവേചനം ഉണ്ടാക്കിയെടുക്കാൻ പ്രതിപക്ഷം നടത്തുന്ന വല്ലാത്തൊരു അങ്കലാപ്പാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇവിടെ വർത്തമാനം പറഞ്ഞത്. മറ്റൊന്ന് ഇവിടെ പറഞ്ഞത്, ബഹുമാനപ്പെട്ട കേരള മിനിസ്റ്റർ ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ വീണ്ടും പറയുന്നത്, ഇവിടെ പട്ടികജാതിക്കാർക്ക് മന്ത്രിയുണ്ടോ? സർ, ഇപ്പോ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു, ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അവർക്ക് പോരാ, ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെയ്താൽ പോരാ, ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നതിനോട് സമാനമായ രീതിയിലാണ് ഇവിടെ പ്രതിപക്ഷം അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ വർത്തമാനം പറയുന്നത്. സാർ നോക്കൂ, നമ്മൾ പറയേണ്ട കാര്യം എന്താ, ഇവിടെ 2011 സഖാവ് VSന്റെ ഗവൺമെന്റ് കാലത്ത് 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്ത് അന്ന് ബഹുമാനപ്പെട്ട ഇന്നത്തെ ആലത്തൂർ MP ബഹുമാനപ്പെട്ട ചെയറിലാണ്, സ്പീക്കറായിരുന്നു. സാർ, അതേ വർഷം തന്നെയാണ് സഖാവ് AK ബാലൻ അന്ന് കൈകാര്യം ചെയ്ത ഇലക്ട്രിസിറ്റിയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പാണ്. ഞങ്ങൾ അപ്പുറത്തും പറയുന്നില്ല, ശ്രീ AP അനിൽകുമാറും ജയലക്ഷ്മിയും ഒക്കെ അവിടെ ആ നിലയിൽ തന്നെ പരിഗണന കൊടുത്തു വന്നവരാണ്. എന്തിനാണ് ഈ ഒരു വർത്തമാന കാലഘട്ടത്ത് പട്ടികജാതിക്കാർക്കെതിരെ, ഈ പട്ടികവർഗ വിഭാഗങ്ങൾക്ക്, ഈ വിഭാഗത്തിന് പൊതുവായി ഒരു വിവേചനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൊണ്ടുവരുന്ന രാഷ്ട്രീയ ലക്ഷ്യം എന്താ? പരിഗണന എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന നിലയിലുള്ള പരിഗണനയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എപ്പോഴും നൽകിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ഇത്തരം ഒരു വിവേചനത്തിൽ ചർച്ച കൊണ്ടുവരുന്നതിന് ലക്ഷ്യം രാഷ്ട്രീയമാണ്. ആ വിഭാഗത്തിന്റെ ഏതെങ്കിലും തരത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്ന ഗവേഷണത്തിന്റെ ഭാഗമാണ്. ഇത് അംഗീകരിക്കില്ല, ഈ വിഭാഗം കേരളത്തിൽ അംഗീകരിക്കില്ല. അവർ ഏറ്റവും ഉയർന്ന നിലയിൽ ഇന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. സാർ നോക്കൂ, ഇവിടെ നമുക്ക് ഇത് മാത്രമല്ലല്ലോ, ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഇന്ന് സമൂഹത്തിന്റെ ഉന്നതമായ സ്ഥാനം കടന്നവരെയാണ്. 810 കുട്ടികൾ ഓവർസീസ് വിദേശ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശ യൂണിവേഴ്സിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 500 പേർ കേരളത്തില് ഇന്ന്